2 ദിവസത്തിനപ്പുറം അർജുൻ എല്ലാവിധ തിരക്കുകളും മാറ്റിവെച്ച് ആലപ്പുഴയിലേക്ക് തിരിച്ചു. കൂടെ യദുവും റിയാസും ഉണ്ടായിരുന്നു. എടാ, ഇത് ശരിയാകുമോ? വീണ്ടും നമ്മൾ പ്രശ്നത്തിലേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നുവാണ്. യദു ഡ്രൈവ് ചെയ്യുന്ന അർജുനെ നോക്കി ചോദിച്ചു. എങ്കിൽ നീ തന്നെ പറയ്, ഈ രഘു എന്ന ആളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴി. അർജുൻ യദുവിനെ നോക്കി പറഞ്ഞു. എന്നാൽ യദുവിനൊന്നും പറയാൻ സാധിച്ചില്ല. എന്താ, ഒന്നും പറയാനില്ലേ? അർജുൻ അവനെ തലതിരിച്ചൊന്ന് നോക്കി. എടാ, നമ്മൾ നേരിൽ പോയി കണ്ടിട്ടും അയാൾ പഴയതുപോലെ തന്നെ പണം ആവശ്യപ്പെടില്ല എന്ന് നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? യദു അർജുനെ നോക്കി ചോദിച്ചു. ഉറപ്പില്ല, പക്ഷേ എനിക്ക് അയാളോട് നേരിൽ സംസാരിക്കണമെന്ന് തോന്നി. അർജുൻ പറഞ്ഞു. നമുക്ക് സംസാരിക്കാൻ പറ്റിയ ആളല്ലടാ അയാൾ. ഒരുമാതിരി ചന്ത വർത്തമാനമാണ് അയാൾക്ക്. റിയാസ് പുറകിലെ സീരിയൽ നിന്നുകൊണ്ട് പറഞ്ഞു. ആ, അപ്പോൾ പിന്നെ നിന്നെ കൂടെ കൂട്ടിയത് നന്നായി, യദു പറഞ്ഞു. അത് കേട്ട് അർജുനും ഒന്ന് ചിരിച്ചു. അത് തന്നെ, റിയാസ് സമ്മതത്തോടെ പറഞ്ഞു. എന്നാൽ പിന്നെയാണ് യദു പറഞ്ഞതിലെ പൊരുൾ അവന് മനസ്സിലായത്. നീ ഉദ്ദേശിച്ചത് എനിക്കും ചന്ത സ്വഭാവമാണെന്നാണോ? റിയാസ് പുറകിൽ നിന്ന് മുന്നോട്ടാഞ്ഞ് യദു ഇരുന്ന സീറ്റിൻ്റെ 2 വശത്തു കൂടെയും കൈയിട്ട് യദുവിൻ്റെ കഴുത്തിൽ ചുറ്റി വരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എടാ, തെണ്ടി കൈ വിട്, എടുക്ക്. യദു അവൻ്റെ കൈ വിടിവിപ്പിക്കാൻ നോക്കിക്കൊണ്ട് റിയാസിൻ്റെ കയ്യിൽ അള്ളി. അതേ നേരമാണ് അർജുൻ്റെ ഫോൺ റിങ് ചെയ്തത്. കാറിലെ സിസ്റ്റവുമായി കണക്ട് ആയതിനാൽ തന്നെ വണ്ടിക്കുള്ളിലെ സ്പീക്കറിലൂടെ എല്ലാവർക്കും ബെല്ലടിക്കുന്നത് കേൾക്കാമായിരുന്നു. റിയാസ് യദുവിനെ വിട്ടുമാറി. ശില്പയാണ്, അർജുൻ പറഞ്ഞു. ഓ, ആദ്യമായി അവളെ കൊണ്ടൊരു ഉപകാരമുണ്ടായി, യദു കഴുത്തൊന്ന് തടുപ്പിക്കൊണ്ട് പറഞ്ഞു. അർജുൻ കോൾ അറ്റൻഡ് ചെയ്തു. ബേബി, നീ എവിടെയാ? ഫോൺ എടുത്ത ഉടനെ ശില്പയുടെ സ്വരം കാറിലാകെ നിറഞ്ഞു. അയ്യേ, ക്രിഞ്ച്. റിയാസ് പുറകിലിരുന്ന് മുഖം ചൊളിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു. ഞാനൊരു ട്രിപ്പിലാണ്, അർജുൻ പറഞ്ഞു. ട്രിപ്പോ? എവിടേക്ക്? നീ എന്താ എന്നോട് പറയാഞ്ഞത്? ശില്പയുടെ സ്വരത്തിൽ പരിഭവം കലർന്നു. പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നു ബേബ്, അതാ ഞാൻ പറയാതിരുന്നത്. പിന്നെ ഇന്ന് രാവിലെ നിനക്ക് വേറെന്തോ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതാ ഞാൻ കോൾ ചെയ്യാതിരുന്നത്. അർജുൻ പറഞ്ഞത് കേട്ട് ശില്പയൊന്ന് മൂളി. എങ്കിൽ നിനക്കൊരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നു അജു. അവളുടെ പരിഭവം വിട്ടുമാറിയില്ല. സോറി, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് തീരുമാനിച്ച ട്രിപ്പാണ്, അർജുൻ ഡ്രൈവ് ചെയ്തതിനിടയിൽ നെറ്റിയൊന്ന് തടവിക്കൊണ്ട് പറഞ്ഞു. പോട്ടെ, സാരമില്ല, എനിക്ക് തന്നെ മനസ്സിലാകും. അവൾ പറഞ്ഞത് കേൾക്കെ അവൻ്റെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. എന്നാൽ അവളുടെ അടുത്ത ചോദ്യം കേൾക്കെ അവൻ്റെ ചിരി മാഞ്ഞു. അജു, ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? നീ എവിടേക്കാണ് പോകുന്നത്? എന്തിനാ പോകുന്നത്? ശില്പ വീണ്ടും ചോദിച്ചു. അവൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാൻ യദുവും റിയാസും അർജുനെ തന്നെ നോക്കി. അത് ഞാൻ ഒരു സിനിമാ പ്രൊഫഷൻ്റെ കാര്യമായി പോകുന്നതാണോ അജു? അർജുൻ ഒരു കള്ളം പറയാൻ ആലോചിച്ചപ്പോഴേക്കും ശില്പ ചോദിച്ചു. ആ, അതെ, സിനിമാ പ്രൊമോഷൻ്റെ ഭാഗമായി പോകുന്നതാണ്, അർജുൻ അവൾ ചോദിച്ചത് സമ്മതിച്ചതുപോലെ പറഞ്ഞു. അടുപ്പിച്ചടുപ്പിച്ചുള്ള നിൻ്റെ ഈ തിരക്കിട്ടുള്ള പരിപാടികൾ നിർത്തണം അജു. ഇതെല്ലാം നിന്നെ ആകെ വശം കെടുത്തുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ നിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസാകുന്നതിന് മുമ്പ് നീ പ്രൊമോഷന് പോകേണ്ട കാര്യമൊന്നുമില്ല. നിൻ്റെ സിനിമ കാണാൻ ആൾ കൂടുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇനി പ്രൊമോഷൻ ആവശ്യമാണെന്ന് നിർബന്ധമാണ് തന്നെ നീ പങ്കെടുക്കണമെന്നില്ലല്ലോ. ബാക്കി കാസ്റ്റ് ആൻഡ് ക്രൂ ഇല്ലേ അതിനൊക്കെ? ശില്പ ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ ശില്പ ഇതിനുള്ള മറുപടി. ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല, അർജുൻ പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, നീ അതിന് ചൂടാകേണ്ട. ഞാൻ ചൂടായതല്ല ബേബ്, കാര്യം പറഞ്ഞതാണ്, അർജുൻ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ. അല്ല, സ്ഥലം നീ പറഞ്ഞില്ലല്ലോ. അത് ആലപ്പുഴ. എത്ര ദിവസം അവിടെ കാണും? ശില്പ വേഗം ചോദിച്ചു. ഞാൻ ഒരു 2 ദിവസം അവിടെ തന്നെ കാണും. എന്തായാലും മറ്റന്നാൾ ഞാൻ നിൻ്റെ അരികിലേക്ക് വരും, അർജുൻ ആലോചനയോട് പറഞ്ഞു. 2 ദിവസമോ? അവൻ മിസ് യു ബേബി, ശില്പ കൊഞ്ചലോട് പറഞ്ഞു. ഇത് മുഖം ചുക്കിച്ചുളിച്ച് അർജുനെ നോക്കി. ഒന്ന് കട്ട് ചെയ്യാവോ? ഇത് ചുണ്ട് മാത്രം അനക്കി അർജുനോട് ചോദിച്ചു. ഐ വിൽ മിസ് യു ടു, അർജുൻ യദുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ശില്പയോടായി പറഞ്ഞു. എന്നാൽ ശരി അജു, ഞാൻ പിന്നെ വിളിക്കാം, അല്പം തിരക്കുണ്ട്. ഇടയിൽ 5 മിനിറ്റ് ബ്രേക്ക് കിട്ടിയപ്പോഴാണ് നിന്നെ വിളിച്ചത്, ശില്പ പറഞ്ഞു. എന്നാൽ ശരി ബേബ്, ലവ് യു, അവൻ ചിരിയോടെ പറഞ്ഞു. ലവ് യു സോ മച്ച് അജു, അവൾ ഉറക്കെ പറഞ്ഞു. അത് കേട്ട് സന്തോഷത്തോടെ ഒപ്പം ശില്പയുടെ മനസ്സിൽ നിറയുന്ന പ്രണയത്തോടെ അവൻ കോൾ കട്ട് ചെയ്തു. ഞങ്ങൾ നിൻ്റെ ഒപ്പം ഉണ്ടെന്ന് പറയാഞ്ഞത് നന്നായി, ഇല്ലേ ലാസ്റ്റ് അവൾ ലവ് യുവിന് പകരം ഹേറ്റ് യു പറഞ്ഞേനെ, ഇത് അർജുനെ നോക്കി പറഞ്ഞു. അത് നിനക്കൊന്നും ഇപ്പോഴും എൻ്റെ ശില്പയെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം കൂടി അവൾ നിങ്ങളുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെ കാണാനില്ലല്ലോ, നിങ്ങൾക്ക് സുഖമാണോ, ഇടയ്ക്ക് നിങ്ങളുടെ ഒപ്പം കൂടി ഞാൻ സമയം ചിലവഴിക്കണമെന്നൊക്കെ അവളായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, അർജുൻ യദുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു. അതിന് യദു ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അർജുനും കൂടുതലൊന്നും പിന്നെ പറയാൻ നിന്നില്ല. 2 മണിക്കൂറുകൾക്കകം അവർ ആലപ്പുഴ ചിങ്ങോലി എന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവിടെ എവിടെയാണെന്നാണ് പറഞ്ഞു ചെല്ലും, റിയ സംശയത്തോടെ ചോദിച്ചു. അർജുൻ വേഗം തന്നെ ഫോൺ എടുത്തെന്തോ തെരഞ്ഞു. ഹരി, എനിക്ക് രഘുവിൻ്റെ സ്ഥിരം കാണുന്ന ഒരു ലൊക്കേഷൻ ഡീറ്റെയിൽസ് അയച്ചു തന്നിരുന്നു, അർജുൻ പറഞ്ഞുകൊണ്ട് ഫോണിൽ പരതി. അല്ലടാ, നമുക്ക് ആ രഘുവിനെ വിളിച്ച് നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ പോരെ, ഇതും അർജുനോടായി ചോദിച്ചു. അതൊക്കെ ഇവനെ കൊണ്ട് ഞാൻ അയാളെ വിളിപ്പിച്ച് പറഞ്ഞിരുന്നു, പക്ഷേ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അയാൾ ഒഴിഞ്ഞു, അർജുൻ റിയാസിനെ ചൂണ്ടി പറഞ്ഞു.
അയാൾ വൻ ഉടായ്പാണല്ലേ? യദു ആരോടൊന്നുമില്ലാതെ ചോദിച്ചു. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? റിയാസ് യദുവിനെ നോക്കി പുച്ഛത്തോടെ ചോദിച്ചു. നീ മിണ്ടരുത്. നീ ഒറ്റടുത്തം കാരണമാണ് നമ്മളിപ്പോൾ ഈ സ്ഥലത്തേക്ക് വരേണ്ടി വന്നത് പോലും. യദു റിയാസിനെ നോക്കി പല്ല് കടിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? അർജുൻ യദുവിനെയും റിയാസിനെയും നോക്കി ഒച്ചയെടുത്തതും രണ്ടുപേരും സംസാരം നടത്തി. അർജുൻ വണ്ടി മുന്നോട്ടെടുത്ത് ഒരു കവലയിൽ ചെന്ന് ഒരു കടക്കരികിൽ നിർത്തി. റിയാസെ, നീ ഒന്ന് അയാളെപ്പറ്റി ചോദിച്ചേ, അർജുൻ മുന്നിലിരുന്ന് പറഞ്ഞു. റിയാസ് അത് കേട്ട് അവൻ്റെ ബാക്ക് സൈഡിലെ വിൻഡോ ഗ്ലാസ് അല്പം താഴ്ത്തി ആ കടയിലേക്ക് നോക്കി. ചേട്ടാ, ഈ രഘു എന്ന് പറയുന്ന പുള്ളിയുടെ അഡ്രസ്സ് അറിയുമോ? റിയാസ് ഉറക്കെ വിളിച്ച് ചോദിച്ചു. ഒരു ചായക്കട ആയതിനാൽ തന്നെ അതിനുള്ളിലുണ്ടായിരുന്ന ആളുകൾ അവൻ്റെ ശബ്ദം കേട്ട് അവനെ നോക്കി. രഘുവോ? രഘു എന്ന പേരിൽ ഇവിടെ 4-5 പേരുണ്ട്. ഫുൾ പേരോ വീട്ടുപേരോ വട്ടപ്പേരോ അങ്ങനെ വലുതും അറിയുമോ? ഒരാൾ അവനെ നോക്കി ചോദിച്ചു. രഘുനാഥൻ എന്നാ ഫുൾ പേര്, അർജുൻ പതിയെ റിയാസിനോടെ പറഞ്ഞു. ആ ചേട്ടാ, ഒരു രഘുനാഥൻ. റിയാസ് അതേപടി കടയിലേക്ക് നോക്കി പറഞ്ഞു. ഓ, അവനാണോ? അല്ല, അവനെ കണ്ടിട്ട് എന്തിനാ? കടയിലുള്ളവർ റിയാസിനെ സംശയത്തോടെ നോക്കി. വേറെ ഒന്നും കൊണ്ടൊന്നും അല്ല കൊച്ചനെ. ഈ രഘുനാഥൻ എന്ന് പറയുന്നവൻ ആളൊരു ചേട്ടയാണ്. അവനുമായി എന്തെങ്കിലും കേസിൽ ഇടപെടുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് ചോദിച്ചതാ. മറ്റൊരു വയസ്സായ പുള്ളി റിയാസിനെ നോക്കി പറഞ്ഞു. അയാളെ കാണേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു ചേട്ടാ. ഇവിടെ അടുത്താണ് അയാളുടെ വീട്? റിയാസ് പെട്ടെന്ന് ചോദിച്ചു. ആ, ഇവിടുന്ന് നേരെ ചെന്നത് ആ കാണുന്ന വളവ് തിരിഞ്ഞ് അവിടെ നിന്ന് ഒരു 100 മീറ്റർ കൂടി മുൻപോട്ട് പോയി കഴിയുമ്പോൾ വലത്തോട്ടൊരു കല്ലിട്ട റോഡുണ്ട്. ആ വഴി കുറച്ച് പോയി കഴിയുമ്പോൾ അല്പം ഉള്ളിലേക്ക് കയറി ഒരു ഓടിട്ട വീടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ രഘുനാഥൻ്റെ വീട്. പകലായതുകൊണ്ട് അവൻ വീട്ടിൽ തന്നെ കാണും. ഒരാൾ അവരുടെ കാറിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഓ, താങ്ക് യു ചേട്ടാ. അല്ല, പകലായതുകൊണ്ട് അയാൾ വീട്ടിൽ കാണുമെന്ന് പറയാൻ കാരണം എന്താ? റിയ സംശയത്തോട് ചോദിച്ചു. അവൻ്റെ പണി രാത്രിയിലാണ്. പെണ്ണിനെ കൂട്ടിക്കൊടുപ്പും നല്ല ചില്ലറ മോഷണവും എല്ലാം ഉണ്ട്. ഒരാൾ അവരെ നോക്കി പറഞ്ഞു. ആ, ലച്ചു അല്ലേ ആ നിൽക്കുന്നത്? വണ്ടിക്കരികിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പറഞ്ഞു. ദേ, ആ നടന്നു പോകുന്ന കൊച്ചിനെ കണ്ടോ? അയാൾ റിയാസിനോടായി ചോദിച്ചു. റിയാസിനൊപ്പം വണ്ടിയിലിരുന്ന അർജുൻ്റെയും യദുവിൻ്റെയും നോട്ടം അയാൾ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിലേക്ക് പോയി. ആ പാവാടയും ബ്ലൗസും ഇട്ട കൊച്ചാണോ? റിയ സംശയത്തോട് ചോദിച്ചു. ആ, അത് തന്നെ. ആ പെണ്ണ് അവൻ്റെ മോളാണ്. ആ കൊച്ചിന് പുറകെ പോയാൽ നിങ്ങൾക്ക് കറക്റ്റ് വീട് കിട്ടും, അയാൾ വ്യക്തമാക്കി. ആ, താങ്ക് യു ചേട്ടാ. റിയാസ് അയാളോട് പറഞ്ഞുകൊണ്ട് ഗ്ലാസ് ഉയർത്തി. അർജുൻ പതിയെ വണ്ടിയെടുത്തു. അയാളുടെ സ്വഭാവവും തൊഴിലും ഒക്കെ വെച്ച് ഞാൻ കരുതി അയാൾക്ക് വീടും കൂടിയും കുടുംബമൊന്നും കാണില്ലെന്ന് റിയാസ് പതിയെ പറഞ്ഞു. ഞാനും അങ്ങനെയാണ് കരുതിയത്. സ്വന്തം വീട്ടിലൊരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട്, എന്നിട്ടും ഇയാൾ ഇങ്ങനെ കൂട്ടിക്കൊടുപ്പുമായി നടക്കുന്നത് സമ്മതിക്കണം, യദുവും ദേഷ്യത്തോടെ പറഞ്ഞു. ഈ ഒരു കൊച്ചെ മകളായിട്ടുള്ളൂ എന്ന് ആർക്കറിയാം? റിയാസ് അവരുടെ വണ്ടിക്ക് മുൻപിലായി റോഡിൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്ന പെണ്ണിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അർജുൻ അപ്പോഴും ഒന്നും മിണ്ടിയിരുന്നില്ല. അവൻ്റെ നോട്ടം മുന്നിൽ പോകുന്ന ആ പെൺകുട്ടിയിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് ആ കുട്ടിയൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവർ ആ കൊച്ചിൻ്റെ മുഖം കണ്ടത്. 10-17 വയസ്സൊക്കെ കാണും. യദു ആ പെണ്ണിനെ നോക്കി പറഞ്ഞു. അതിന് റിയാസ് ഒന്ന് മൂളി. നടക്കുന്നതിനിടയിൽ ഒരിക്കൽ കൂടി ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കി. നമ്മുടെ വണ്ടിയിലേക്കാണ് നോട്ടം, യദു പറഞ്ഞു. അവൾ നടത്തത്തിൻ്റെ സ്പീഡ് കൂട്ടി. ഈ വണ്ടി ഇങ്ങനെ സ്ലോ ആയി പുറകെ ചെല്ലുന്നത് കണ്ട് പേടിച്ച് കാണും, റിയാസ് അവളുടെ നടത്തം കണ്ട് പറഞ്ഞു. വീട്ടിലൊക്കെ അറിഞ്ഞുണ്ടാക്കുമോ അയാളുടെ തൊഴിൽ? യദു സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അർജുനെ നോക്കി. അവനൊന്നും മിണ്ടിയില്ല. എന്നാൽ അവൻ കാറിൽ കരുതിയിരുന്ന ഒരു കൂളിംഗ് ഗ്ലാസും മാസ്കും തൊപ്പിയും എടുത്ത് അവൻ ധരിച്ചു. ശേഷം വണ്ടി സ്പീഡിൽ നടന്നു പോകുന്ന ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് നിർത്തി. അവൾ പേടിച്ച് റോഡിൽ നിന്ന് മാറി വണ്ടിയിലേക്ക് നോക്കി. അർജുൻ വിൻഡോ ഗ്ലാസ് താഴ്ത്തി. അർജുൻ അവളെ നോക്കി ചോദിച്ചു. എന്നാൽ പേടിച്ച് നിന്നിരുന്നവൾ അവൻ്റെ രൂപം കൂടി കണ്ട് ഒന്നുകൂടി പേടിച്ചതുപോലെ അവനോട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടി. അത് പേടിച്ചെന്ന് തോന്നുന്നു, അതിൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ വിറങ്ങലിച്ച്, യദു പറഞ്ഞു. അർജുൻ വേഗം തന്നെ ആ പെൺകുട്ടി ഓടിപ്പോയതിൻ്റെ പുറകെ വണ്ടിയെടുത്തു. അവളുടെ വണ്ടി പിറകെ ഉണ്ടെന്നുകൂടി കണ്ടതും അവൾ വേഗത്തിലോടി. മെയിൻ റോഡിൽ നിന്ന് ഒരു കല്ലിട്ട റോഡിലൂടെ അവൾ തിരിഞ്ഞോടി. അവളുടെ കയ്യിലായി ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ ഉണ്ടായിരുന്നു. ഓടുന്ന ഓട്ടത്തിൽ അത് പൊട്ടി അതിൽ കുറച്ചുണ്ടായിരുന്ന അരിയും അവൾ ഓടുന്ന വഴിയെ വീണുകൊണ്ടിരുന്നു. ആ വഴിയിലൂടെ കുറച്ചങ്ങ് പോയതും മറ്റൊരു വഴി അവൾ കയറി ഓടി. ആ വഴി വണ്ടി പോകില്ലാത്തത് കൊണ്ട് തന്നെ അർജുൻ കാർ സൈഡിലേക്ക് ഒതുക്കി. എടാ, നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ തന്നെ അയാളുടെ വീട്ടിൽ അയാൾ ചെയ്യുന്ന തൊഴിലിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് അയാളുടെ വീട്ടുകാരെ സങ്കടപ്പെടുത്തണോ? ഇത് വീണ്ടും ചോദിച്ചു. നീ തൽക്കാലം ഇറങ്ങ്, നമുക്ക് നോക്കാം, അർജുൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. യദുവും റിയാസും ഒന്നും പരസ്പരം നോക്കിക്കൊണ്ട് അവന് പുറകെ കാറിൽ നിന്ന് ഇറങ്ങി. ഇരുവശവും ചെമ്പരത്തി വേലി നിറഞ്ഞ ഒരു ചെറിയ വഴിയാണ്. അർജുൻ ആ വഴിയെ മുന്നോട്ട് നടന്നു. എന്തുകൊണ്ടോ അവൻ്റെ നെഞ്ച് വേഗത്തിൽ മിടിച്ചു. നടത്തത്തിന് അവൻ പോലും അറിയാതെ വേഗത കൂടി. ആ വഴി അവരെ ചിന്തിച്ചത് ചെറിയൊരു ഓടിട്ട വീടിന് മുൻപിലാണ്. ഇതായിരിക്കുമോ വീട്? റിയ സംശയത്തോടെ ചോദിച്ചു. ആ പെൺകൊച്ചി ഇങ്ങോട്ടല്ലേ ഓടിക്കയറി വന്നത്? ഇത് ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. കൂടിപ്പോയാൽ 5 സെൻറ്റ് കാണും. അതിൽ ഒരു ചെറിയ വീട്, ചെറിയ നീണ്ട അധികം വീതിയില്ലാത്ത വരാന്തയാണ്. ബാക്കിയുള്ള സ്ഥലത്തായി ഒരു പേരയും കുറച്ച് പച്ചക്കറികളും ഒക്കെയാണ്. മുറ്റത്തൊരു കരിയില പോലുമില്ല പെറുകിക്കളയാൻ. അതുപോലെ വൃത്തിയാക്കിയിട്ടുണ്ട്. എന്ത് പണിയാണ് നീ കാണിച്ചേ?
സാധനം സൂക്ഷിച്ചു കൊണ്ടുവരാൻ അറിയില്ല നിനക്ക്? ഉള്ള അരി മുഴുവൻ കളഞ്ഞിട്ട് വന്നിരിക്കുന്നു. വീടിൻ്റെ സൈഡിൽ നിന്ന് ഒരു പെൺശബ്ദം ഉയർന്നു. ആ ശബ്ദം കേൾക്കെ അർജുൻ്റെ മുഖം ചുളിഞ്ഞു. എവിടെയോ കേട്ട സ്വരം പോലെ അവന് തോന്നി. ചേച്ചി, അത് ആ കാറിൻ്റെ പുറകെ വന്നപ്പോൾ ഞാൻ ഓടിയതാ. അവർ എന്നെ ഇടിക്കുന്നത് പോലെ വണ്ടി കൊണ്ട് നിർത്തി. അതിലിരുന്ന ആൾ ഒരുമാതിരി കൊള്ളക്കാരെ പോലെ മുഖമൊക്കെ ആകെ മറിച്ച്. മറ്റൊരു പെൺകുട്ടിയുടെ ശബ്ദം അവർ കേട്ടു. അത് കുറച്ചു മുൻപ് തങ്ങൾ കേട്ട കുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായി. അർജുൻ റിയാസിനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം തിരിച്ചു നിന്ന പോലെ റിയാസ് ഒന്നും നിശ്വസിച്ചു. ഇവിടെ ആരുമില്ലേ? ഹലോ, റിയാസ് ഉറക്കെ ചോദിച്ചു. അവൻ്റെ ശബ്ദം കേട്ടതും ഇത്രയും നേരം കേട്ട ശബ്ദം നിലച്ചു. ഇവിടെ ആരുമില്ലേ? റിയാസ് ഒരിക്കൽ കൂടെ ചോദിച്ചു. ശബ്ദം കേട്ട ഭാഗത്തുകൂടി കാലടി ശബ്ദം കേട്ടതും ആൾ വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആരാ? വളരെ സൗമ്യമായൊരു ശബ്ദം അവരെ തേടിയെത്തി. ഒപ്പം ഒരു പെൺരൂപവും. അവളെ കാണെ അർജുൻ്റെ മിഴികൾ വിടർന്നു. അവൻ മുഖമാകെ മറിച്ചിരുന്നതിനാൽ അവൻ ആരാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾ സംശയത്തോടെ മൂവരെ നോക്കി. അപ്പോഴേക്കും അവളുടെ പുറകിൽ നിന്ന് കുറച്ച് മുൻപ് അവരെ കണ്ട് പേടിച്ചോടിയ പെൺകുട്ടി മുന്നിലേക്ക് വന്നു. എന്നാൽ മുന്നിൽ നിന്നവരെ കണ്ടതും അവൾ വേഗം ചേച്ചിയുടെ പുറകിൽ വിളിച്ചു. ചേച്ചി, ഇതവരാ, ഞാൻ പറഞ്ഞില്ലേ ആ കാറിൽ വന്നവർ. അവൾ പതിയെ അവളുടെ ചേച്ചിയോടായി പറഞ്ഞു. എടാ, ഇതവളല്ലേ അന്ന് അഞ്ജുവിൻ്റെ കൂടെ കിടന്നവൾ? റിയ സംശയത്തോടെ യദുവിനോട് പതിയെ ചോദിച്ചു. അവൻ സംസാരിക്കുന്നത് കണ്ട് മുന്നിൽ നിന്നവൾ റിയാസിനെ നോക്കി. അവളുടെ മുഖവും സംശയത്താൽ ചുളിഞ്ഞു. അതെനിക്കാണ് അറിയാവുന്നത്. ഇത് പല്ലു കടിച്ചുകൊണ്ട് റിയാസിനോട് ചോദിച്ചു. അർജുൻ അവളെ ആകെ ഒന്ന് നോക്കി. ഒരു കറുത്ത ബ്ലൗസും പച്ച പാവാടയുമാണ് അവളുടെ വേഷം. മുടി ഉച്ചയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. കഴുത്തിലൊരു കറുത്ത ചരടും കാതിൽ ചെറിയ 2 കറുത്ത സ്റ്റഡുമുണ്ട്. കൈകളും ഒഴിഞ്ഞാണ് കിടക്കുന്നത്. മുഖത്തും കഴുത്തിലും വേർപ്പ് തുള്ളികൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. നിറയെ പീലികളുള്ള കണ്ണ് അവരെ സംശയത്തോടെ ഉറ്റുനോക്കുന്നുണ്ട്. അന്നത്തേക്കാൾ അവൾ മെലിഞ്ഞെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. ചോദിച്ചത് കേട്ടില്ലേ? ആരാ? അവൾ വീണ്ടും ചോദിച്ചു. രഘുനാഥനില്ലേ? യദു അവളെ നോക്കി ചോദിച്ചു. അവളുടെ നെറ്റി ചുളിഞ്ഞു. ഇവിടെ ഇല്ല. അവളുടെ സ്വരം കടുത്തു. എവിടെ പോയതാണ്? യദു വീണ്ടും ചോദിച്ചു. അറിയില്ല. എപ്പോൾ വരുമെന്നറിയുമോ? അവൻ വീണ്ടും ചോദിച്ചു. അറിയില്ല, അവൾ ദേഷ്യത്തിൽ പറഞ്ഞു. അയാൾ നിന്റെ ആരാ? ആ ചോദ്യം ചോദിച്ചത് അർജുനായിരുന്നു. അവൻ്റെ സ്വരം കേൾക്കെ അവൾ ഞെട്ടലോടെ അവനെ നോക്കി. തലയിലെ തൊപ്പിയും മുഖത്തെ ഗ്ലാസും മാസ്കും അവളെ കുഴപ്പിച്ചു. എങ്കിലും അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. ചോദിച്ചത് കേട്ടില്ലേ? അയാൾ നിന്റെ ആരാണെന്ന്? അർജുൻ ഒരിക്കൽ കൂടി ചോദിച്ചു. അവൾ എൻ്റെ മകളാണ്. നിങ്ങളാരാ? പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് അവർ എല്ലാവരും തിരിഞ്ഞു നോക്കി. അവിടെ രഘു അവരെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. മകളോ? റിയാസ് ഞെട്ടലോടെ അയാളെ നോക്കി ചോദിച്ചു. അവനെ കാണാൻ രഘുവിലും ഞെട്ടലുളവായി. സാറോ? സാറെന്താ ഇവിടെ? രഘു വേഗം റിയാസിനരികിലേക്ക് വന്ന് അവനെ നോക്കി ചോദിച്ചു. അവൻ മാത്രമല്ല രഘുനാഥ, ഞാനുമുണ്ട്. അത് പറഞ്ഞ് അർജുൻ മുഖത്തെ ഗ്ലാസും മാസ്കും എടുത്തു മാറ്റി. അവനെ കാണെ അവൾ ഞെട്ടലോടെ കണ്ണും മിഴിച്ചു പോയി. ഒപ്പം അവൾ പുറകിലേക്ക് വേച്ചു പോയി. സാർ, അർജുൻ സാർ? രഘു ഒന്ന് പതറി. എന്നെ രഘു ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? അർജുൻ ചെറിയ ചിരിയോടെ ചോദിച്ചു. രഘു ഒന്നും മിണ്ടിയില്ല. എന്ത് ചെയ്യാനാണ്? വേണ്ടി വന്നാൽ വന്നല്ലേ പറ്റൂ. എനിക്ക് തന്നെ ഈ നിൽക്കുന്നവളെയും ഒന്ന് കാണണമായിരുന്നു. അവൻ പറയുന്നതിനൊപ്പം അവളെ ഒന്ന് നോക്കുക കൂടി ചെയ്തു. അവൻ്റെ നോട്ടം താങ്ങാനാകാതെ അവൾ തല താഴ്ത്തി. ഭദ്രേച്ചി, അവൾക്ക് പുറകിൽ നിന്നിരുന്ന പെൺകുട്ടി അവളെ സംശയത്തോടെ വിളിച്ചു. ഭദ്ര. അവളുടെ പേര് മനസ്സിലായതുപോലെ അർജുൻ പതിയെ മൊഴിഞ്ഞു.